ഹന്ന ഉവൈസ്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ അൽഹുദ ഇംഗ്ലീഷ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാനിന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്ന പുസ്തകം രവീന്ദ്ര സിംഗിന്റെ, പ്രശസ്ത എഴുത്തുകാരനായ രവീന്ദ്ര സിംഗിന്റെ ഐ ടു ഹാഡ് എ ലവ് സ്റ്റോറി എന്ന നോവലാണ്. നമ്മൾ ആര് വായിച്ചാലും വളരെ ആകർഷണമായ, വളരെ ഹെർട്ട് ടച്ചിങ്ങുമായ നോവലാണ് ഐ ടു ഹാഡ് എ ലവ് സ്റ്റോറി. രവീന്ദ്ര സിംഗ് തന്റെ ജീവിതകഥയാണ് ഈ നോവലിലൂടെ പറയുന്നത്. ഖുഷി എന്ന പെൺകുട്ടിയുടെ സ്നേഹത്തിന്റെ വഴിയിലൂടെ അവൾ രവീന്ദ്ര സിംഗിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നിമിഷം മുതൽ അവൾ നഷ്ടപ്പെടുന്ന നിമിഷം വരെ രവീന്ദ്ര സിംഗ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ ആര് വായിച്ചാലും ഒരുപാട് വിഷമം തോന്നുന്നതും, ഒരുപാട് നമ്മൾ എങ്ങനെ ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഫീലിങ്സ് വളരെ വലുതാണ്. എന്തുകൊണ്ട് രവീന്ദ്ര സിംഗ് ഇങ്ങനെ ഒന്ന് എഴുതിയെന്ന് ചോദിച്ചാൽ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കാത്തയും പ്രതീക്ഷിക്കാത്തയുമായ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. നമ്മൾ ഒരുപാട് പേരെ ഇഷ്ടപ്പെടുന്നെങ്കിലും ആരെങ്കിലും ഒരാൾ ഇഷ്ടപ്പെട്ടാലും അവരെല്ലാവരും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊള്ളണമെന്നില്ല. എന്തെങ്കിലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വിധി മാറ്റിയെഴുതി. അത് തന്നെയാണ് രവീന്ദ്ര സിംഗിന്റെയും ഖുഷിയുടെയും കഥ. നമുക്ക് ഈ നോവലിനെ വേണമെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ബഷീറിന്റെ ബാല്യകാല സഖി എന്ന നോവലിനോട് താരതമ്യം ചെയ്യാം. കാരണം അന്നത്തെ മജീദിന്റെയും സുഹറയ്ക്കും പകരം നമുക്കിന്നിവിടെ രവീന്റെയും ഖുഷിയും വേണമെങ്കിൽ ചേർക്കാം. കാരണം അവരുടെ സ്നേഹവും സൗഹൃദവുമാണ് രവീന്റെയും ഖുഷിയുടെയും ഇവിടുത്തെ സ്നേഹവും സൗഹൃദവും. ഈ നോവലിൽ നമ്മൾ വിചാരിക്കാത്ത, പെട്ടെന്നുണ്ടാവുന്ന നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ആഗ്രഹിക്കാത്ത ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. അതാണ് ഈ നോവലിനെ എല്ലാവരെയും ആകർഷിക്കുന്നത്. എന്നെയും ആകർഷിച്ചത് അതുകൊണ്ടാണ്. ഇതിനൊക്കെ അപ്പുറം ഈ നോവൽ എഴുതിയിരിക്കുന്നത് രവീന്ദ്ര സിംഗ് വളരെ രസകരമായിട്ടും എന്നാൽ തീരുമ്പോൾ നമുക്ക് ഏവർക്കും സങ്കടം തോന്നിക്കുന്ന ട്രാജഡിയുടെ രൂപത്തിലുമാണ് ഇത് അവസാനിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ലവ് സ്റ്റോറി മാത്രമല്ല ഇത്, മറിച്ച് അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റോറിയും കൂടെയാണിത്. ഒരു വർഷത്തിനുള്ളിൽ ആ പെൺകുട്ടീനെ കണ്ടപ്പോൾ മുതലുള്ള അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റോറി. വളരെ ലളിതമായ ഭാഷയിലാണ് രവീന്ദ്ര സിംഗ് ഇത് രചിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇത് സ്വന്തം കാമുകിയായ ഖുഷിക്ക് വേണ്ടിയാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ സമർപ്പണം പൂർണ്ണമായിട്ടും രവീന്ദ്ര സിംഗിൽ നിന്നും അകന്നുപോയ അദ്ദേഹത്തിന്റെ കാമുകിക്കാണ്. ഐ ടു ഹാഡ് എ ലവ് സ്റ്റോറി ഇമാജിനേഷനോ ഫിക്ഷനോ ഭാവനയിൽ നിന്നും ഉത്ഭവപ്പെട്ടതോ മെരഞ്ഞെടുത്ത കഥയല്ല, മറിച്ച് രവീന്ദ്ര സിംഗിന്റെ ജീവിതകഥയാണ്. ശരിക്കുമുള്ള അദ്ദേഹത്തിന്റെ അനുഭവമാണ് ഇതിലൂടെ അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഖുഷി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ 2006 വന്നത് മുതൽ 2007 വരെ അവൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നതും അവനിൽ നിന്നും മറയുന്നതുമായ ജീവിതാനുഭവങ്ങളാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അദ്ദേഹം ഈ ബുക്കിലൂടെ സഞ്ചരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പഴയകാലത്തെ ഓർമ്മകളിലൂടെയാണ്. അദ്ദേഹം കോളേജ് ലൈഫ് കഴിഞ്ഞ അന്നു മുതൽ ഖുഷിയിലേക്ക് എത്തുന്നതുവരെയും അവൾ നഷ്ടപ്പെടുന്നതിനും ഉള്ള ആ വഴിയിലൂടെയാണ് അദ്ദേഹം സഞ്ചരിച്ചത്. ഈ ബുക്ക് ഒരു നാഷണൽ ബെസ്റ്റ് സെല്ലർ ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വായിച്ചിരിക്കേണ്ടതാണ്. കഴിഞ്ഞ വർഷത്തെ നാഷണൽ ബെസ്റ്റ് സെല്ലറായ ഐ ടു ഹാഡ് എ ലവ് സ്റ്റോറി വളരെ ആകർഷകവും ഹെർട്ട് ടച്ചിങ്ങും ആണെന്ന് ഞാൻ ഒന്നും കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. I remember, while talking to her, how I had brandished my invisible sword in the air in front of an invisible audience and announced like a king, "This day will be celebrated throughout the nation and declared a public holiday henceforth. Schools and colleges will remain closed on this day." And she had laughed at my craziness. When I look back now, I am relieved that I wasn't a king and there was no real audience, for had they come to me now and asked me to celebrate, I would have no answers.